പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ മഹത്വം അത് ഭയങ്കര ദൈവപ്രവൃത്തിയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വചനം ഭയങ്കര ഒരു ദൈവപ്രവൃത്തിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വചനഭാഗമാണ്. പ്രിയമുള്ളവരെ, മനുഷ്യർ ആദ്യം അന്വേഷിക്കുന്നത് ജീവിതത്തിന്റെ കാര്യത്തിലേക്കാണ്. എന്തു തിന്നും, എന്തു കുടിക്കും, എങ്ങനെ ജീവിക്കും, ഈ 3 കാര്യത്തിലാണ് എപ്പോഴും മനുഷ്യന് അസ്വസ്ഥരായിരിക്കുന്നത്. യേശു കർത്താവ് പറഞ്ഞൊരൊറ്റ കാര്യം, എന്തു തിന്നുമെന്നോ എന്തു കുടിക്കുമെന്നോ എങ്ങനെ ജീവിക്കുന്നുവെന്നോ നിങ്ങൾ വിചാരിക്കേണ്ട. വയലിലെ ലില്ലികളെയും ആകാശത്തിലെ പറവുകളെയും നോക്കുമ്പോൾ അവരെക്കാൾ നിങ്ങൾ എത്രയോ ശ്രേഷ്ഠതയേറിയവരെന്ന്. അന്നേരം നമ്മളെക്കുറിച്ച് കർത്താവ് കണ്ടതെന്താ? നമ്മൾ എത്രയോ ശ്രേഷ്ഠതയുള്ളവരാണ്. നമുക്ക് നമ്മളെക്കുറിച്ച് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ വാക്കൊന്ന് കേൾക്ക്. നമ്മൾ എത്രയോ ശ്രേഷ്ഠതയുള്ളവരാണെന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് പറയുക. വയലിലെ ലില്ലികളെയും ആകാശത്തിലെ പറവുകളെയും അവർക്ക് വേണ്ട ഭക്ഷണവും കാര്യങ്ങളെല്ലാം കൊടുക്കുന്ന കർത്താവ് പറയുകയാണ്, അവരെക്കാൾ എത്രയോ വിലയേറിയവരാണ് നിങ്ങൾ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ളത്. എൻ്റെ രാജ്യവും എൻ്റെ നീതിയും അന്വേഷിക്കണം. ബാക്കിയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് തരും. എൻ്റേത് എന്ന് ഉറപ്പിച്ചു പറഞ്ഞ കാര്യമാ കർത്താവ്. എൻ്റെ രാജ്യം, എൻ്റെ നീതി നിങ്ങൾ അന്വേഷിക്കുമ്പോൾ നീതിമാന്മാരായി നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. എൻ്റെ രാജ്യത്ത് നീതിയുള്ള നീതിമാനായ ദൈവത്തിന്റെ സന്നിധിയിൽ കുറ്റമറ്റവരായി ജീവിക്കാൻ തക്കവണ്ണം ദൈവം നമ്മെ ഒരുക്കും. പ്രിയമുള്ളവരെ, നമ്മൾ ലോകത്തിൽ എന്തെല്ലാം നേടിയാലും നമ്മുടെ കർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം നമുക്ക് അനുഭവിച്ച് ജീവിക്കാനുള്ളതാണ്. ലോകത്തിൻ്റെതായ അനുഭവത്തിലേക്കല്ല. ലോകത്തിൻ്റെ അനുഭവത്തിൽ പോയവരെല്ലാം തകർന്നും പരാജയം അനുഭവിച്ചും ഇന്ന് വേദനിച്ചും ജീവിക്കുമ്പോൾ സ്വർഗീയ കാര്യത്തിലേക്ക് നമുക്കൊരു ശ്രദ്ധ വെച്ചേ. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഹൃദയം ഉന്നതത്തിലുള്ളതിനെ ചിന്തിക്കുവാനും ഉന്നതത്തിലുള്ളതിനെ ആഗ്രഹിക്കുവാനുമാണ് കർത്താവ് പറയുന്നത്. നമുക്കൊരു വാഹനമുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ല വാഹനം അടുത്ത വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ വാഹനം മാറ്റി അതിനേക്കാൾ നല്ലതൊരെണ്ണം മേടിക്കുവാനുള്ള ഭൗതിക ചിന്തകളാണ് നമുക്ക് വേണ്ടത്. ആ ചിന്തകളിലൂടെ നമ്മൾ പരാജയപ്പെട്ടു പോവുക. അങ്ങനെ ആ വേണ്ട ചിന്തയാണ് പരാജയത്തിലേക്ക് പോകുന്നത്. കർത്താവ് പറയാണ്, തൻ്റെ മക്കൾക്ക് വേണ്ടത് ഞാൻ തരും, നിങ്ങൾ എൻ്റെ കൂടെ ജീവിച്ചാൽ മതി. നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് അറിയുന്ന ഒരു സ്വർഗീയ പിതാവ് നമുക്കുണ്ടെന്നേ. നമുക്ക് വേണ്ടത് അറിയുന്നൊരു പിതാവ്, ആ കർത്താവ് നമുക്കെല്ലാം കൂട്ടിച്ചേർത്ത് തരും. തൻ്റെ മക്കള് നന്നായി ജീവിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതിന് നമ്മൾ അന്വേഷിക്കേണ്ടത് ദൈവകാര്യങ്ങളാണ്. കർത്താവിനോട് കൂടെ ജീവിക്കുമ്പോഴാണ്, കർത്താവിനോട് കൂടെ പ്രവർത്തിക്കുമ്പോഴാണ്. നമ്മുടെ അധ്വാനത്തിലെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് മുന്നോട്ട് പോകണം. ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമ്മുടെ വാക്കിലോ ചിന്തയിലോ പ്രവൃത്തിയിലോ ഒരിക്കലും ദൈവത്തിന് പ്രസാദമില്ലാത്ത ഒരു കാര്യവും ചെയ്യരുത്. ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്ത് ദൈവേഷ്ടമനുസരിച്ച് ജീവിക്കുന്ന ദൈവവൈതലിനെ കർത്താവ് തന്റെ കരത്താൽ വഹിക്കുന്നത് കാണാൻ കഴിയും. ഇങ്ങനെ വഹിക്കപ്പെടുന്ന ഒരു മകനായി മകളായി നമ്മൾ കർത്താവിനോട് കൂടെ ജീവിക്കണം. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ എന്നും ഒരു അനുഗ്രഹമായി മാറും. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മളെക്കുറിച്ച് തിരിച്ചറിയണം. നമ്മൾ ആരാണ്? ദൈവമകനാണ്, മകളാണ്. നമ്മളിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമ്മളിൽ ജീവിക്കുന്ന കർത്താവ്. അവന്റെ മഹത്വം നമ്മൾ കണ്ട് പ്രാർത്ഥിക്കണം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, നിന്റെ സന്നിധിയിൽ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അന്വേഷിക്കുവാനും ജീവിക്കുവാനും പറഞ്ഞ വഴിയിലൂടെ കടന്നു പോകത്തക്ക വിധം ഞങ്ങളെല്ലാവരെയും നീ ബലപ്പെടുത്തി അനുഗ്രഹിക്കണം.
ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെ പേരിൽ നിന്റെ കരം വെച്ച് അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.